ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ രാജു പി നായർ പറയുകയായിരുന്നു, ഇത് പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള കേസ് എന്നതിനേക്കാൾ കൂടുതൽ ഇത് ഈ കർത്തയ്ക്കെതിരെ വരുന്ന, അതായത് CMRLന്റെ മാനേജിംഗ് ഡയറക്ടറായ SN ശശിധരൻ കർത്തയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള കേസാണ്. ഈ കേസിലെ 12ാം പ്രതിയാണ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി എന്ന വീണാട്ടി. അപ്പോൾ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്തി തീർക്കുകയും അതുവഴി ശശിധരൻ കർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ നടന്ന എല്ലാ പ്രതിഷേധ നാടകങ്ങൾക്കും പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പാർട്ടി അണികളെ നിർത്തി ഒരു നീക്കം നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് CPM ചെയ്തത് എന്നതാണ് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനെ അതിന് പിന്നിൽ CPMന്റെ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണവും അദ്ദേഹം ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും ഭാഗം ഞാൻ താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ചോദ്യം, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വാഭാവികമായി ചെയ്യാവുന്ന അല്ലെങ്കിൽ അവർ നടത്തുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പരിശോധനകൾ. ഈ അന്വേഷണം ഇത് അന്വേഷിക്കാനുള്ള റൈറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിക്ക് ഇന്നലെ നൽകിയിരുന്നു. ആ ഹർജി ഹൈക്കോടതി തള്ളുകയും ഈ ദുരൂഹ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് കോടതി പറയുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ED ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര വലിയ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു? ശ്രീ MV ജയരാജൻ. എൻ്റെ മാന്യ സുഹൃത്ത് പറയുന്നത് ചിലതൊക്കെ ഞാൻ കേട്ടു, താങ്കളത് ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഒരു പക്ഷത്ത് നിന്ന് മാത്രം 18 മിനിറ്റ് നേരമുള്ള സംസാരം നമ്മൾ കേട്ടു. അത്രയോ അതിനേക്കാൾ കൂടുതലോ സമയം ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി വരും. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണ് പിണറായി വിജയനെതിരായ ഈ റെയ്ഡ് നീക്കം എന്നത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മുൻ മുഖ്യമന്ത്രിക്കെതിരായി റെയ്ഡ് നടക്കുന്നത്. അത് ഒരു ഗൂഢാലോചനയും ഇല്ലാത്ത സന്ദർശനമാണെന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി 2 നാൾ മുമ്പ് ഡൽഹിയിൽ പോയതാണ്, ഇപ്പോൾ വീണ്ടും പോയി. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ വിവിധ സ്റ്റേജുകളിൽ പ്രസംഗിച്ചത്. എന്തേ ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് നിരവധി വേദികളിൽ അദ്ദേഹം പ്രസംഗിച്ചു നടന്നതാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പിണറായി വിജയനെ ഏതെങ്കിലും കേസിൽ ഡൽഹിയിൽ കെജ്രിവാളിനെ കുടുക്കിയതുപോലെ കുടുക്കണം. ഡൽഹിയിൽ കെജ്രിവാളിനെതിരായ കേസ് ഒരു കോൺഗ്രസ് നേതാവ് കൊടുത്ത ഹർജിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായിരുന്നു. അതിന് BJPയോടൊപ്പം കോൺഗ്രസും പങ്കുവഹിച്ചു. ഒടുവിൽ കോടതിയിൽ നിന്ന് വിധി വന്നു, കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട്. രാഷ്ട്രീയ വേട്ടകൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മുടെ അവതാരകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് മറുപടി പറഞ്ഞില്ല. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളാണ്. അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ച സമീപനം രാഷ്ട്രീയ പ്രേരിതമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസെന്നാണ് അദ്ദേഹം പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരാണ് കേസ്. പ്രിയങ്ക ഗാന്ധിൻ്റെ പേരിൽ കേസെടുത്തത് എന്താ കാരണം? ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് സ്വീകരിച്ച ആ നിലപാടിൻ്റെ ഒപ്പമാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് നിരവധി എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മാന്യ സുഹൃത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മ കോൺഗ്രസ് നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ BJP ഒരു അഴിമതി കേസ് കൈകാര്യം ചെയ്തു. പിന്നീട് അദ്ദേഹം പാർട്ടി മാറി, ഇപ്പോൾ BJPയിലാണ്. കേസ് ഇല്ലാതായി. അശോക് ചവാൻ ഈ രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ, കോൺഗ്രസ് നേതാവല്ലേ? നവീൻ ജിൻഡാൽ കോൺഗ്രസ് നേതാവായിരുന്നില്ലേ, ഈ രാഷ്ട്രീയ വേട്ടയുടെ ഇരയല്ലേ?
ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാഷ്ട്രീയ വേട്ടയുടെ എരിയല്ലേ, കോൺഗ്രസ് നേതാവല്ലേ? എത്രയെത്ര കോൺഗ്രസ്സുകാരെ ബി ജെ പിക്കെതിരായി സംസാരിക്കുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളെ കേസിൽ പ്രതികളാക്കിയിട്ട് രാഷ്ട്രീയ വേട്ട നടത്തിയിട്ടുണ്ട്. ഒന്നുകിൽ ഇവർ പാർട്ടി മാറി ബി ജെ പിയോടൊപ്പം ചേരണം, അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവണം. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന സമയത്ത് പിണറായി വിജയനെ ഇ ഡി എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തെ രാഷ്ട്രീയമായി ഞങ്ങൾ സൂചിപ്പിച്ചത്. ഇന്ന് റെയ്ഡ് നടത്താൻ ഇടയായത്, റെയ്ഡ് എവിടെയൊക്കെയാണ് നടന്നത്? പിണറായി വിജയൻ പ്രതിയല്ല എന്ന് താങ്കൾ പറയുമ്പോൾ, വീണ ഈ കേസിൽ പ്രതിയാണെന്ന് താങ്കൾ പറയുമ്പോൾ, എന്തിനാണ് പിണറായിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്? അവിടെ വീണ താമസമില്ലല്ലോ. വീണ താമസിക്കുന്ന വീട്ടിലാണ് റെയ്ഡ് നടത്തുന്നതെങ്കിൽ പറയാം. എന്തിനാണ് റിയാസിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടത്തിയത്? അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ് നടന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വർത്തമാനത്തിൽ നിന്ന് വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.